ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം തട്ടാൻ ബെന്തക്കോസുകാരിറങ്ങി. ബെന്തക്കോസ് ഐക്യത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്താനുള്ള ശ്രമം നടക്കുന്നത്. ബെന്തക്കോസ് വോട്ടുകളുടെ മൊത്തം വിതരണക്കാരായി വേഷം കെട്ടിയാണ് ഇക്കൂട്ടർ രംഗത്ത് വന്നത്. യുണൈറ്റഡ് ബെന്തക്കോസ് ട്രസ്റ്റ് എന്ന ലേബലിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ തിരുവല്ലയിൽ ഐക്യ കൺവെൻഷൻ നടന്നിരുന്നു. അതിനു മുന്നിൽ നിന്ന ചിലർക്ക് വിശ്വാസികളുടെ ഇടയിൽ വേണ്ടത്ര പിന്തുണയില്ലാത്തത് മൂലം കൺവെൻഷൻ വേണ്ടത്ര വിജയിച്ചില്ല. അവരിൽ ചിലരാണ് ബെന്തക്കോസ് സിനഡ് എന്ന തലക്കെട്ടിൽ തട്ടിക്കൂട്ട് സംഘടനയുടെ ലേബലിൽ ഐക്യ ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യധാരാ സഭകളുടെയോ നേതൃത്വത്തിന്റെയോ പിന്തുണയില്ലാതെ കോട്ടയത്ത് നടത്തുമെന്ന് പറയുന്ന പ്രാർത്ഥനാ സമ്മേളനം ബിസിനസ്സുകാരുടെ രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ളതാണ്. വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണയില്ലാത്ത വിശ്വാസികളല്ലാത്ത ചില വിശ്വാസികളും കച്ചവടക്കാരും അവരുടെ സ്വാർത്ഥ താല്പര്യക്കാരുമാണ് ഇതിന് പിന്നിലുള്ളത്. അവിടുന്നും ഇവിടുന്നും കുറച്ച് അയ്യോ പാവങ്ങളെ കൊണ്ടിരുത്തി അവരെ വെച്ച് വിലപേശുകയാണ് ഇവരുടെ ലക്ഷ്യം. മൂന്ന് മുന്നണിയിലെയും സ്ഥാനാർത്ഥികളെ ഇവരെ കാണിച്ച് സ്വാധീനിക്കും. ബെന്തക്കോസ് വിശ്വാസികളുടെ മുഴുവൻ വോട്ടുകളും നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് ചെലവിനായി ലക്ഷങ്ങൾ വാങ്ങുകയാണ് ഇവർ ചെയ്യുന്നത്. ബെന്തക്കോസ് ഐക്യത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്ന തട്ടിപ്പുകാരായ സംഘടനകളുടെ കൂടെ എത്ര ബെന്തക്കോസ് സഭാ നേതാക്കൾ ഉണ്ടെന്നും എത്ര സഭകളുണ്ടെന്നും പരിശോധിച്ചാൽ മനസ്സിലാകും. എല്ലാ സഭകളുടെയും നേതൃത്വവും സഭാ സംഘടനകളും ഇക്കൂട്ടരുടെ തട്ടിപ്പ് മനസ്സിലാക്കി ഈ കൂട്ടായ്മയിൽ പോകരുതെന്ന് വിലക്കിയിട്ടുണ്ട്. ഇവർ നടത്തുന്ന പണപ്പെരുപ്പവും രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വൻതുക തട്ടാനുള്ള ശ്രമങ്ങളും തിരിമറികളും ബെന്തക്കോസ് സഭകളുടെ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. സഭാ നേതാക്കൾ എതിർത്തിട്ടും അവരുടെ എതിർപ്പിനെ മാനിക്കാതെ തട്ടിപ്പിനാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവർ പറഞ്ഞാൽ ആര് ഏത് ബെന്തക്കോസുകാർ വോട്ട് ചെയ്യും? ഇവർ മണിപ്പൂരിന്റെ പേരിലും വൻതുക വിദേശത്ത് നിന്ന് തട്ടിയെന്നാണ് പിന്നാമ്പുറ സംസാരം. ഏതായാലും ഞാഞ്ഞൂലുകളും തലപൊക്കുന്ന കാലമാണിത്. ഇന്ത്യക്കായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാണ് മീറ്റിംഗ്. പാവം വിശ്വാസികളെയും പാസ്റ്റർമാരെയും പറ്റിക്കാൻ കണ്ടുപിടിച്ച വിദ്യ. മറു സൈഡിലൂടെ രാഷ്ട്രീയക്കാരിൽ നിന്നും പണം തട്ടുക എന്ന കുതന്ത്രം. ഇക്കാര്യവും വിശ്വാസികൾക്കിടയിലും പാസ്റ്റർമാർക്കിടയിലും വലിയ ചർച്ചയാണ്.